ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. റമദാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം, പക്ഷേ അധികം ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തില്ല. അത്താഴം കഴിച്ചിട്ട് ഞങ്ങൾ നനയ്ക്കാനായിട്ട് ഇറങ്ങി. ഈ മുയലിനെ പുറത്തോട്ടേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളി. ഞാൻ അതിനെ കൂട് തുറന്നച്ച് വിട്ട് നിന്നിട്ടും അത് ഇറങ്ങണില്ല. പിന്നെ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇലൊക്കെ എടുത്ത് കൊടുത്തിട്ടും എങ്ങനെ ആയിട്ടും അത് ഇറങ്ങണില്ല. എൻ്റെ കൈ അതിൻ്റെ ചെവിമേൽ പിടിച്ച് ഇറക്കണം എന്ന് അതിന് അതിയായ ആഗ്രഹമുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനെ എങ്ങനെയൊക്കെ പുറത്തിറക്കി. 1/2 മണിക്കൂർ പുറത്തിറക്കി അതിനെ നോക്കിയിട്ട് പിന്നെ അതിനെ കൂട്ടിലേക്ക് തന്നെ കയറ്റി. അതിന് വേണ്ടിയ വെള്ളമൊക്കെ വെച്ച് കയറ്റി. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റഡി പ്ലാനിലോട്ടേക്ക് പോവാണ്. ഒരാഴ്ച കൊണ്ട് എങ്ങനെ നമുക്ക് സിലബസൊക്കെ പഠിച്ച് തീർക്കാമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞാനങ്ങനെ കേട്ടോ, ഒരാഴ്ച മുന്നേ ഇപ്പം തുടങ്ങിയതാണ്, അല്ലെങ്കിൽ തലേദിവസമാണ് പഠിക്കാൻ തുടങ്ങൽ. അങ്ങനെ ഫസ്റ്റിൽ ഞാൻ ഡയറി എടുത്ത് അതിൽ എഴുതാണ് ടൈം ടേബിൾ പോലും ഞാൻ എഴുതിച്ചില്ല. അങ്ങനെ അഥവാ ആ PDF ഇട്ടോ പോയാൽ പിന്നെ എനിക്ക് ടൈം ടേബിൾ കിട്ടൂല എന്ന് നല്ലപോലെ അറിയണോണ്ട് തന്നെ ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെച്ച്, എന്നിട്ട് നമുക്ക് എത്ര ലീവ് ഉണ്ട്, സ്റ്റഡി ലീവ് എത്ര ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പം ആദ്യം ഞാനിങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. ടൈം ടേബിൾ പറഞ്ഞാൽ എക്സാമിൻ്റെ ടൈം ടേബിൾ. പിന്നെ നമുക്ക് ഇപ്പം എത്ര ദിവസം കൊണ്ട് നമ്മൾ ഇതാക്കണം എന്ന് നോക്കും. ഇപ്പം ഇന്നേക്കൊരു 7 ദിവസമാണെങ്കിൽ 7 ദിവസത്തിൽ എത്ര സബ്ജക്റ്റ് എത്ര വട്ടം പഠിക്കണം എന്നൊക്കെ നമ്മൾ ഓരോ ഡിഫിക്കൽറ്റിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അപ്പം എനിക്ക് അതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഇന്നത്തെ ഡേറ്റ് തൊട്ട് എക്സാം കഴിയണ വരെ എത്ര ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് ഓരോ ദിവസം ഞാൻ പഠിക്കും നോക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പഠിക്കുന്ന ടൈമിൽ എന്തെങ്കിലും എഴുതുന്ന ടൈമിലും എൻ്റെ ഓരോരോ സ്കിൽസ് പുറത്തോട്ടേക്ക് വരുന്നതാണ്. കണ്ടോ, ഒരു കാരണമില്ലാണ്ട് പെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ടൈം ടേബിളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് പഠിക്കണ്ട, നാളെ പഠിക്കാം. നമ്മളെ സ്ഥിരം ഡയലോഗാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ജേണൽ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എൻ്റെ ഫസ്റ്റ് ജേണലാണ്, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ, ഞാൻ ചെറിയ സ്കെച്ച് പെൻ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കം നമുക്ക് അങ്ങനെയൊക്കെ മതി, വലിയ ആർഭാടൊന്നും വേണ്ട. അപ്പോൾ ഞാൻ വെൽക്കം ടു മൈ ജേണൽ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്കെച്ച് പെന്നോണ്ട് യൂസ് ചെയ്താൽ ആകെ ഈ 4 കളറേ ഉള്ളൂ. ബാക്കി സ്കെച്ച് പെന്നൊക്കെ എവിടെയാണെന്ന് പഠിച്ചോന്നറിയാം. ഫുള്ള് തപ്പി വലിച്ചിടേണ്ടി വരും, അങ്ങനെ കിട്ടുള്ളൂ. എന്ത് ചെയ്യാനാ, ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇത് കിട്ടിയത് എവിടെന്ന് വെച്ചാൽ പിൻട്രസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തേനു കവർ പേജിൻ്റെ. അപ്പം ഇങ്ങനെ ഒരു പേജ് ഇതേപോലെ ആക്കിയെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കളറൊക്കെ കമ്മിയാണ്. ഈ സ്കെച്ച് പെന്നിൽ തന്നെ കുറച്ച് കളറേ ഉള്ളൂ. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ലൈഫിൽ നമ്മൾ പഠിക്കണ്ടേ, അങ്ങനെയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പച്ചനോട് തന്നെ തുടങ്ങുകയാണ്. പിന്നെ ഈ സ്കെച്ച് കൊണ്ട് വരയുമ്പോൾ ബാക്കിൽ തിരിച്ചാവുമോയെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊന്ന് വരച്ചതിന് ശേഷം ബാക്കോട് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഈ ബുക്ക് ഞാൻ എവിടുന്നാണ് വാങ്ങിയ വെച്ചാൽ എൻ്റെ കോളേജിൽ ഓരോ ഫെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലത്തെ ഒരു സ്റ്റാളിൽ ഉണ്ടായിരുന്നു ഈ ജേണൽ സപ്ലൈസൊക്കെ ഇതാക്കണം. കുറച്ച് മുന്നേ വാങ്ങിയതാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എക്സാമിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോരോ ഭ്രാന്ത് കയറി വന്നാൽ ഞാൻ എന്ത് കാട്ടാനാണ്. ഞാൻ കുറേ ജേണൽ സപ്ലൈസ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ ക്ഷമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെൽക്കം എന്ന് ഞാൻ ഗ്രീനോട് എഴുതി. പിന്നെ അടുത്ത ഏത് കളറാണ് ആക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ അതാ ഞാൻ ഈ ഒരു കളർ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒപ്പം വന്ന് പറയുന്നത്, വേഗം മാറ്റിക്കൂടെ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോയി നോക്കിയപ്പോൾ എൻ്റെ കസിൻ്റെ ഒരു പുതിയൊരു സ്റ്റോറാണ്.
പുഷ്പ ജംഗ്ഷനിലോ അവിടെയോ ആണ് ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിച്ചതാണ്. അങ്ങനെ മാറ്റി അവിടെ പോയി. എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോസ് ക്ലിപ്സൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അതിന് ശേഷം നോമ്പ് തുറക്കാനായപ്പം എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ നോമ്പ് തുറന്നതാണ്. നോമ്പ് തുറക്കുമ്പം കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കുക. പെട്ടെന്ന് അത് കണ്ട് നോമ്പ് തുറക്കണ ആ ടൈമിൽ എനിക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കും. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പത്തിരിയും കോഴിക്കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് വീട്ടിൽ തിരിച്ചെത്തി കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.